ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വാവുബലി ആയതുകൊണ്ട് തന്നെ ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ് അച്ഛനെ ബലിയിടാനായിട്ട്. ചേർത്തുകൊണ്ട് വർക്കലയിൽ പോയാണ് അച്ഛനെ ബലി ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഞാൻ ബലിയിടുന്നത് കാപാലീശ്വര ക്ഷേത്രത്തിലാണ് ഇടുന്നത്. ഈ ഒരു അമ്പലത്തിലാണെങ്കിൽ അത് രാവിലെ നല്ല തിരക്കായിരിക്കും. ഒരു 10-11 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ തിരക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 10:30 മണിക്ക് തന്നെ ഇറങ്ങി. ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യോ എന്നതാണ്. കാരണം രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു. ഞാനിവിടെ പ്രാർത്ഥനയായിരുന്നു. ഇറങ്ങി പോകാറാകുമ്പോൾ മഴയൊന്നും പെയ്യരുത് ഈശ്വരാന്ന്. ഭാഗ്യം പോലെ തന്നെ മഴയൊന്നും പെയ്തില്ലായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതേ സമയത്ത് തന്നെയാണ് പോയത്. അന്ന് ഞാനും ചേച്ചിയും അമ്മയൊക്കെ ആയിട്ടാണ് പോയത്. ചേച്ചിയാണെങ്കിൽ ജോലി സ്ഥലത്തും, അമ്മ അപ്പച്ചന് ബലിയിടാനായിട്ട് വർക്കല ക്ഷേത്രത്തിലേക്കാണ് പോയിരിക്കുന്നത്. വല്യമ്മമാരുടെയൊക്കെ ആയിട്ടാണ് അമ്മ പോയത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. വണ്ടി ഒതുക്കിയിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു പോവുകയാണ്. രണ്ടുള്ള കയ്യെ പിടിച്ചു രണ്ടെണ്ണം. ആ ബ്രഹ്മണോയെ വംശദ്വയസ്തു മമദാസവൃന്ദാഹ കൃത്യാഹ തദൈവാസജ സേവകാശമിത്രാണി സഖ്യ കൃതോപകാരേ ജന്മാന്തരേ മമ സംഗതാച്ഛ അനാഥേ ദിദനോദേവ ശംഖചക്രഗദാധാരണായ. മരിച്ചു പോയവരെല്ലാവരും വീണ്ടും ഒന്നുകൂടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും. ഞാൻ അവിടെ ചെന്നപ്പോൾ കുറച്ച് ആൾക്കാർ ബലിയിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയറുന്നത്. ബലിയിട്ട ആൾക്കാർ പോയി. ഞങ്ങൾ അടുത്തത് കയറിയപ്പോൾ തന്നെ മഴ പെയ്തു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ചേട്ടനെയും കൊച്ചിനെയും കാണാനില്ല. അച്ഛനും മോളോ ഏതോ ഒരു സ്ഥലത്ത് കയറി നിന്നു. അതുകൊണ്ട് ഞാൻ ബലിയിടുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഭാഗ്യം പോലെ തന്നെ ബലിയിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മഴയും തീർന്നു. ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയായിരുന്നു ഞാനും ബലിയിട്ടത്. ഞാനൊക്കെ മുന്നേ പോയി. നമ്മുടെ പുറകിൽ നിന്ന ആൾക്കാരാണ് കേട്ടോ ഇത്. അവരവരുടെ മുന്നിൽ വയ്ക്കുക. വെള്ളം കുഴട്ട് ഞാൻ വെള്ളം ആദ്യത്തെ ഇറങ്ങണമെന്നുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം ഇതിലൂടെ കഴിഞ്ഞാൽ പിന്നെ കൊച്ചു വേണേ. നോക്കട്ടെ ചിരിച്ചാണ്. എല്ലാം വർഷം പോലെ തന്നെ വളരെ സമാധാനത്തോടെ അച്ഛന് ബലിയിടാൻ കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള വർഷത്തിലും എനിക്ക് അച്ഛന് ബലിയിടാൻ കഴിയണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.